ഗുരുഭവനപുരമാണ് കാലാന്തരത്തിൽ ഗുരുവായൂരായി മാറിയത്. ആ പേരിന് പിന്നിലുമുണ്ടൊരു കഥ. ദ്വാപരയുഗത്തിൽ ഭഗവാൻ വിഷ്ണു ഭൂമിയിൽ കൃഷ്ണനായി അവതാരമെടുത്തു. ആ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്റെ സ്വർണനഗരിയായ ദ്വാരകയിൽ വെച്ച് നിത്യം പൂജിച്ചാരാധിച്ചിരുന്ന ചതുർബാഹുവായ വിഷ്ണുവിന്റെ വിശേഷാൽ ശില ഒരെണ്ണം ഉണ്ടായിരുന്നു. അധർമ്മത്തെ അടിയോടെ നശിപ്പിച്ച് ധർമ്മത്തെ നിലനാട്ടുക എന്ന തന്റെ ജന്മലക്ഷ്യത്തിലേക്ക് കൃഷ്ണൻ വിധി പോലെ നടന്നെടുത്തു. ഒടുവിൽ ജന്മോദ്ദേശം സഫലമായ കൃഷ്ണൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങാൻ സമയമായപ്പോൾ താൻ നിത്യപൂജ ചെയ്തു പോന്ന വിഗ്രഹം സംരക്ഷിക്കുക എന്ന ദൗത്യം ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിച്ചു. ദേവഗുരുവിനെ ഏൽപ്പിച്ചുവെങ്കിലും ആ ദിവ്യവിഗ്രഹം സ്വർഗത്തിലല്ല, ഭൂമിയിൽ ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി പ്രതിഷ്ഠിക്കാനാണ് ഭഗവാൻ ആവശ്യപ്പെട്ടത്. അതിനും തക്കതായ ഒരു കാരണമുണ്ട്. എന്താണതെന്നറിയണമെങ്കിൽ പുണ്യപുരാണങ്ങളിലൂടെ പിന്നെയും നാം പിറകോട്ട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് നാന്തി കുറിക്കും മുൻപ് നാൻമുഖനായ ബ്രഹ്മദേവന് ഭഗവാൻ വിഷ്ണു സ്വയം പാതാളജ്ഞനം എന്ന സിദ്ധിവിശേഷമുള്ള ശിലയിൽ സ്വന്തം രൂപം സൃഷ്ടിച്ച് സമ്മാനിക്കുകയുണ്ടായി. പരമവൈഷ്ണവനായ ബ്രഹ്മാവിന് തന്റെ കർത്തവ്യങ്ങൾ തട്ടും തടവുമില്ലാതെ നിർവഹിക്കാനുള്ള ആത്മബലം അദ്ദേഹം ആ വിഗ്രഹാരാധനയിലൂടെ നേടി. അനേകം യുഗങ്ങൾക്ക് ശേഷം മക്കളില്ലാതെ ആദി പൂണ്ടിരുന്ന പ്രജാപതി സുതപസ്സിനും അദ്ദേഹത്തിന്റെ ധർമ്മപത്നി പ്രശ്നിക്കും ബ്രഹ്മദേവന് ആ വിഗ്രഹം കൈമാറി. നിത്യവും ഭക്തിയോടെ അതിനെ ആരാധിച്ചാൽ അവരുടെ ആഗ്രഹം നിറവേറുമെന്നും അറിയിച്ചു. ഭക്തിയോടെയും ശ്രദ്ധയോടെയും ആ ദമ്പതികൾ ബ്രഹ്മകൽപ്പന പ്രകാരം സിദ്ധിയേറിയ ആ വിഷ്ണു വിഗ്രഹത്തെ പൂജിച്ചു പോന്നു. ഭക്തവത്സലനാണ് വിഷ്ണു. വൈകാതെ തന്നെ തന്റെ ഭക്തരുടെ പരിശുദ്ധ മനസ്സോടെയുള്ള പ്രാർത്ഥനകൾ കേട്ട് ഭഗവാൻ പ്രത്യക്ഷനായി. സന്താന സൗഭാഗ്യമില്ലാതെ ദുഃഖിച്ച ആ ദമ്പതികളോട് അവരുടെ 3 ജന്മങ്ങളിലും താൻ തന്നെ മകനായി പിറന്നുകൊള്ളാമെന്ന വരം നൽകിയാണ് നാരായണൻ അനുഗ്രഹിച്ചത്. ആ ദമ്പതികൾക്ക് അതിൽ കൂടുതൽ എന്തു വേണം? അവരുടെ നിഷ്കാമ ഭക്തിയിൽ സംപ്രീതനായതിനാൽ തന്നെ തുടർന്നുള്ള 3 ജന്മങ്ങളിലും ആ ദിവ്യവിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യവും ഭഗവാൻ അവർക്ക് വരമായി നൽകി. ഈ കഥ നടക്കുന്നത് ആദിയുഗമായ സത്യയുഗത്തിലാണ്. ആ ജന്മത്തിൽ തന്നെ പ്രശ്നീഗർഭൻ എന്ന പേരിൽ പുത്രനായി അവതരിച്ച് അവരുടെ ആ ജന്മം ധന്യമാക്കി, സന്താന ദുഃഖം തീർത്തു. അടുത്ത യുഗത്തിൽ ദമ്പതികൾ പ്രജാപതി കശ്യപനായും അതിഥിയായും പുനർജനിച്ചു. വിഷ്ണു വാമനാവതാരം കൈക്കൊണ്ട ആ ദമ്പതികളുടെ മകനുമായി. പിന്നീടാണ് ദ്വാപരയുഗത്തിൽ ഭക്തദമ്പതികൾ വസുദേവരും ദേവകിയുമായി പുനർജനിക്കുന്നത്. ശ്രീകൃഷ്ണാവതാരം എടുത്ത് ഭഗവാൻ വിഷ്ണു അവർക്ക് നൽകിയ വരത്തെ സമ്പൂർണമാക്കി. വസുദേവ ദേവകിമാരുടെ വിയോഗശേഷമാണ് ശ്രീകൃഷ്ണൻ ആ ദിവ്യവിഗ്രഹം ദ്വാരകയിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. കലിയുഗത്തിൽ കലിദോഷത്താൽ വലയുന്ന മാനവ സമൂഹത്തിന് തങ്ങളുടെ ആത്മതേജസ്സിനെ തൊട്ടുണർത്താൻ ഈ വിഗ്രഹത്താൽ സാധ്യമാകണമെന്ന ഉദ്ദേശത്തോടെയാണ് കൃഷ്ണൻ തന്റെ അവസാന കാലത്ത് ഈ ചുമതല ഗുരു ബൃഹസ്പതിയെ ഏൽപ്പിച്ചത്. ദ്വാരക കടലെടുത്തപ്പോൾ കടൽ വെള്ളത്തിൽ പൊങ്ങിവന്ന ഈ ദിവ്യ വിഗ്രഹം ഗുരു ബൃഹസ്പതിയും അദ്ദേഹത്തിന്റെ ആവശ്യാർത്ഥം എത്തിച്ചേർന്ന വായുദേവനും ചേർന്ന് വീണ്ടെടുത്തു. പ്രതിഷ്ഠയ്ക്ക് ഉചിതമായ സ്ഥലം തേടിയുള്ള ഗുരുവിന്റെയും ശിഷ്യന്റെയും യാത്ര അവസാനിച്ചത് പരശുരാമ ക്ഷേത്രമായ ഈ കേരളത്തിലാണ്. അവിടെ ശിവപാർവതി സാന്നിധ്യമുള്ള ഒരിടം അവർ കണ്ടെത്തി. പരമേശ്വരന്റെയും പരമേശ്വരിയുടെയും സാന്നിധ്യം കൊണ്ട് കീർത്തികേട്ട ആ ഭൂമി അതിനാൽ തന്നെ മഹിമയൂരെന്നറിയപ്പെട്ടു. അതിന് സമീപ പ്രദേശത്തായി ഭഗവാൻ കൃഷ്ണന്റെ അഭീഷ്ടം പോലെ ഗുരുവും വായുവും ചേർന്ന് ആ ദിവ്യശില പ്രതിഷ്ഠിച്ചു. ഗുരുഭവനന്മാർ പ്രതിഷ്ഠ നിർവഹിച്ച ആ ഭൂമി അന്നു മുതൽ ഗുരുഭവനപുരം എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്നു എന്ന് പുരാണം. കാലപ്പോക്കിൽ അത് ഗുരുവായൂപുരമായും ഗുരുവായൂരായും പരിണമിച്ചു. ഇതാണ് ഗുരുവായൂർ എന്ന പേരിനെ ചൊല്ലിയുള്ള സ്ഥലപുരാണം. ഗുരുവായൂരിന്റെ കീർത്തി അത് സമാനതകളില്ലാത്തതാണ്. അനേകായിരം ക്ഷേത്രങ്ങളിൽ ചില ക്ഷേത്രങ്ങൾക്ക് മാത്രമാണത് അവകാശപ്പെടാൻ കഴിയുക. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭക്തിയുടെ പരകോടിയിലേക്ക് ലക്ഷങ്ങളെ നയിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള മഹാക്ഷേത്രങ്ങൾക്ക് ചില പ്രത്യേക സവിശേഷതകളുണ്ട്. അതിൽ തന്നെ ഭക്തി നിർഭരതയിൽ പൊതിഞ്ഞ ഗുരുവായൂരിന്റെ, ഗുരുവായൂരപ്പന്റെ
പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുണ്ട്. രാജഭരണകാലത്ത് സമ്പന്നമായ ഒരു ഭൂതകാലമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾക്കെല്ലാം തന്നെ. ഗുരുവായൂരിനുമുണ്ട് സമ്പന്നമായ ഒരു ചരിത്രം. ചാവക്കാട് ഉൾപ്പെടെ ഗുരുവായൂരടക്കം പഴയ കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. കൊച്ചിയിലെ പെരുമ്പടപ്പ് സ്വരൂപത്തിൽ നിന്ന് ധാരാളം വസ്തുവകകളും ഭൂമിയും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തിന് നൽകപ്പെട്ടിരുന്നു. പിൽക്കാലത്ത് ആ പ്രദേശം കോഴിക്കോട് സാമൂതിരിമാരുടെ സ്വാധീനത്തിലായി. സാമൂതിരിമാരും ക്ഷേത്രത്തിലേക്ക് ധാരാളം സ്വത്തുവകകൾ നൽകി. മാത്രമല്ല, അവർ വലിയ ഗുരുവായൂരപ്പ ഭക്തരുമായിരുന്നു. സാമൂതിരിമാർ ആ പ്രദേശം കീഴടക്കിയതോടെ നെടിയിരിപ്പ് സ്വരൂപത്തിലെ അംഗങ്ങളെല്ലാം തന്നെ വലിയ ഗുരുവായൂരപ്പ ഭക്തരായി തീർന്നു എന്ന് പറയുന്നതാവും ശരി. ഗുരുവായൂരിന്റെയും ഗുരുവായൂരപ്പന്റെയും കീർത്തി മലയാളക്കരയിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചു തുടങ്ങുന്നതും സാമൂതിരി ഭരണകാലത്താണ്. ഗുരുവായൂർ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഭക്തിപ്രസ്ഥാനത്തിന്റെ വളർച്ചയുണ്ടാകുന്നതും ആ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. മഹാക്ഷേത്രങ്ങൾക്കെല്ലാം തന്നെ ഇത്തരത്തിൽ ക്ഷേത്രബന്ധിതമായ ഭക്തിപ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നതായി കാണാം. ശരിക്കും സാമ്പത്തികാടിസ്ഥാനത്തിലല്ല ക്ഷേത്രങ്ങളുടെ കീർത്തി. അനേകായിരങ്ങളുടെ ഭക്തിഭാവത്താൽ ജ്വലിക്കുന്ന സങ്കേതമാകുന്നതിലാണ് അതിന്റെ കീർത്തി. അലങ്കാരച്ചാർത്തോടെ സവിശേഷമാർന്ന ചിട്ടയിൽ തുടർന്നു പോരുന്ന പൂജാ സമ്പ്രദായങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. അലങ്കാരപ്രിയനാണ് വിഷ്ണു. വിവിധങ്ങളായ അലങ്കാരത്തിൽ മിന്നി നിൽക്കുന്ന പുരാണങ്ങളിൽ വാഴ്ത്തുന്ന ആ വിഷ്ണു വിഗ്രഹം കണ്ടു തൊഴുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ച് വാക്കുകൾ കൊണ്ട് വിസ്തരിക്കാനാവാത്ത അനുഭൂതിയാണ്. ലോകമത്ര കണ്ട് പുരോഗമിക്കാത്ത ഭൂതകാലത്തിലും ഗുരുവായൂരിന്റെ കീർത്തി കൊടികെട്ടിപ്പറന്നു. ഒരിക്കൽ ആ സന്നിധിയിലെത്തിയവർ വീണ്ടും വീണ്ടും അവിടേക്ക് ആകൃഷ്ടരായി വന്നുകൊണ്ടേയിരുന്നു. കാതോട് കാതായി അവർ പങ്കുവച്ച അവരുടെ ആത്മനിർവൃതിയെക്കുറിച്ചുള്ള നല്ല വാക്കുകൾ കേട്ടവർ ദൂരങ്ങൾ താണ്ടി, ദുരിതങ്ങൾ താണ്ടി ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാൻ വന്നുകൊണ്ടേയിരുന്നു. കണ്ണിറയെ കണ്ട് നിർവൃതി അടഞ്ഞു. ഭാവിയിൽ ഒരു ക്ഷേത്രനഗരമായി തീരാനുള്ളതിന്റെ അടിത്തറ അതിന്റെ ഭൂതകാലത്ത് തന്നെ ഗുരുവായൂർ ക്ഷേത്രബന്ധിതമായി നിർമ്മിക്കപ്പെട്ടു. അതുതന്നെയാണ് ഗുരുവായൂരിന്റെ കീർത്തി. ഭക്തർക്ക് ഭക്തിയുടെ ഭൂമിയായി വെറുതെ സങ്കല്പിക്കാനുള്ള വെറുമൊരിടമല്ല ഗുരുവായൂർ. ഭക്തരുടെ കുണ്ഠിതങ്ങൾ ദൂരീകരിക്കുന്ന വൈകുണ്ഠം തന്നെയാണത്. സത്യത്തിൽ എന്താണ് വൈകുണ്ഠം? വിഷ്ണു ഉള്ള ഇടം ഏതോ അവിടമാണ് വൈകുണ്ഠം. വിഷ്ണു ഉള്ളിടത്ത് കുണ്ഠിതങ്ങൾക്ക്, ദുഃഖങ്ങൾക്ക് എന്ത് സ്ഥാനം? ലക്ഷോപലക്ഷം വിശ്വാസികൾക്ക് താന്താങ്ങളുടെ ഭാരമേറിയ അഴലുകൾ ഇറക്കി വെക്കാൻ ഇതിലും നല്ല ചുമട് താങ്ങി മറ്റൊന്നില്ല തന്നെ. അതിനാൽ ഗുരുവായൂർ അവിടേക്ക് ഭക്തരെ ആകർഷിക്കുന്നു.